കണ്ണീർ തുടയ്ക്കുന്ന കാരുണ്യമേകുന്ന ക്രൂശിതന്റെ മുഖമായി ഇതാ അനേകം ദൈവവിളികൾ ഈ കാലഘട്ടത്തിൽ ഉയരുന്നു. തിരുസഭയുടെ സൗന്ദര്യം അതിനാൽ തന്നെ അവരിലൂടെ ലോകം മുഴുവൻ പ്രശോഭിക്കുന്നു. ഇത് ഭാരതത്തിൽ അഗതികൾക്കായി തൻ്റെ ജീവിതം സമർപ്പിച്ച കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയാൽ സ്ഥാപിതമായ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ ജോൺ മരിയറ്റ് MC. അഗതികൾക്കും കുഞ്ഞുങ്ങൾക്കുമായി എറണാകുളം നോർത്തിൽ SRM റോഡിൽ പ്രവർത്തിക്കുന്ന നിർമ്മല ശിശുഭവനിൽ കുഞ്ഞുമക്കൾക്കായി ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ ജോൺ മരിയറ്റ് തൻ്റെ ദൈവവിളിയുടെ അനുഭവങ്ങളും മദർ തെരേസ പകർന്നു നൽകിയ ശുശ്രൂഷ ചൈതന്യത്തിൻ്റെ ദർശനങ്ങളും നമ്മോട് പങ്കുവെക്കുന്നു. കർദിനാൾ ജോർജ് മരിയ ബെർഗോളിയോ തിരുസഭയുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ സ്ഥാനാരോഹണത്തിന് മുമ്പ് കർദിനാൾ ഇങ്ങനെ പറഞ്ഞു, പാവങ്ങളെ മറക്കരുതെന്ന്. ആ കർദിനാൾ അതിനോട് ചേർന്ന് സ്വയം പേരായി സ്വീകരിച്ചു ഫ്രാൻസിസ് എന്ന്. ഇങ്ങനെ കൂടി ചിന്തിക്കാൻ തോന്നുന്നു, ഒരു സ്ത്രീയുടെ പേര് സ്വയം ഒന്ന് സ്വീകരിക്കാൻ സാധിച്ചായിരുന്നെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുക കൽക്കട്ടയിലെ മദർ തെരേസയുടെ ആ നാമമായിരിക്കും. ഡിവൈൻ ഗോളിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുന്നത് മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ കേവലം 24 വർഷം മുമ്പ് മാത്രം ഈ ലോകത്തോട് വിട പറഞ്ഞ വിശുദ്ധ മദർ തെരേസയുടെ സ്നേഹം മുഴുവൻ അനുഭവിക്കുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹത്തിലെ അംഗമായിട്ടുള്ള സിസ്റ്റർ ജോൺ മരിയറ്റാണ്. സിസ്റ്റർ സ്നേഹപൂർവ്വം ഡിവൈൻ ഗോളിലേക്ക് സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ വേണ്ട എന്ന് വെച്ച് നിങ്ങളുടേതായ ലോകത്തിൽ ഈശോയോടൊപ്പം ജീവിക്കുന്ന വലിയൊരു സമൂഹമാണ് നിങ്ങൾ. അതിനെപ്പറ്റിയൊക്കെ പറയുന്നതിന് മുമ്പ് സിസ്റ്റർ സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ സിസ്റ്റർ ജോൺ മരിയറ്റ്, വിശുദ്ധ മദർ തെരേസയാൽ സ്ഥാപിതമായ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ അംഗമാണ്. വീട് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ ഉപ്പുതറയിലാണ്. പപ്പയും അമ്മയും ജോസഫും റസമയും. അവരുടെ 2 മക്കളിൽ മൂത്തയാളാണ് ഞാൻ. സഹോദരനുണ്ട്. അങ്ങനെ ഒരു ചെറിയ കുടുംബത്തിലെ അംഗം. സിസ്റ്റർ ഈ ചെറിയ കുടുംബത്തിൽ നിന്ന് വലിയൊരു കുടുംബത്തിലേക്ക് കടന്നു വന്നതാണ് ഈ ഒരു സന്യാസം എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുമേ, പ്രത്യേകിച്ച് നമ്മൾ സിസ്റ്റർ കാഞ്ഞിരപ്പള്ളി രൂപത അല്ലെങ്കിൽ ഒരു ഇടുക്കി ജില്ലക്കാരി ഒക്കെയാണ്. നമ്മുടെ ചുറ്റും ഒരുപാട് സന്യാസ ഭവനങ്ങളുണ്ട്, ഒരുപാട് കോൺഗ്രിഗേഷൻസ് ഉണ്ടല്ലേ. ഒന്ന് ദൈവവിളിയെ ഓർത്തെടുക്കുമ്പോൾ എങ്ങനെയാണ് മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ എത്തിച്ചേർന്നത്? ദൈവവിളിയെ ഓർത്തെടുക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഇടവകയിൽ തന്നെ അഡോറേഷൻ കോൺഗ്രിഗേഷൻ ഉണ്ട്. എപ്പോഴും ആരാധന മഠത്തിലെ സിസ്റ്റേഴ്സുമായിട്ട് ഒത്തിരി ഇടപഴകി തന്നെ ജീവിച്ച് വന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടേത്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ പപ്പയുടെ പെങ്ങൾ മദർ തെരേസയുടെ കോൺവെൻറ്റിൽ സിസ്റ്ററാണ്. അതുകൊണ്ടായിരിക്കണമെന്ന് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിൽ എന്നും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം മമ്മി ഇങ്ങനെ മിഷണറീസിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു ചെറിയ ഒരു ഹിൻറ്റ് ഞങ്ങൾക്ക് ഇട്ട് തരുമായിരുന്നു, എനിക്ക് എൻ്റെ ആങ്ങളയ്ക്കും. അപ്പോൾ ഞങ്ങളോട് പറയും, മിഷണറീസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം മിഷൻ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും മിഷൻ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളിങ്ങനെ സംശയം ചോദിച്ചു, അമ്മ ഈ മിഷൻ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ പറഞ്ഞു, മോൻ്റെ ആൻറ്റി, പപ്പയുടെ ഇളയ പെങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ഒരു മിഷണറിയുടെ ഒരു മുഖമെന്ന് പറയുന്നത് ഞങ്ങളുടെ ആൻറ്റിയാണ്. അപ്പം ആൻറ്റി ഈ സഭയിലുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന അരൂപക്കൂടിന് മുമ്പ് ഒരു സൈഡിലായിട്ട് വിശുദ്ധ മദർ തെരേസയുടെ, അന്ന് വിശുദ്ധയല്ല പക്ഷെ ജീവിക്കുന്ന വിശുദ്ധയെന്ന് പറഞ്ഞ് ആ ഒരു മരിക്കുന്നതിന് മുൻപുള്ള സംഭവമാണ്. അതെ അതെ, അതിന് മുമ്പ് അപ്പോൾ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പായിട്ട്. അപ്പോൾ അതായത് എനിക്കൊരു ഓൾമോസ്റ്റ് 3 വയസ്സുള്ള സമയം മുതലേ ഞാൻ ഈ അമ്മയെ രൂപക്കൂടിന് അടുത്തായിട്ട് അമ്മയുടെ ഫോട്ടോ കണ്ടിട്ട് ഒരു മിഷണറിയുടെ ഒരു മുഖം
അമ്മയിൽ, അതായത് എൻ്റെ ആൻറ്റി അമ്മയുടെ മകളാണ് എന്നാണ് എനിക്ക് എൻ്റെ മമ്മി പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആൻറ്റിക്ക് ഈ അമ്മയുടെ മകളാകാൻ പറ്റുമെങ്കിൽ, മിഷൻ പ്രദേശങ്ങളിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ആ അമ്മയുടെ മകളായിക്കൂടാ എന്നൊരു ചോദ്യത്തോടു കൂടിയാണ് എനിക്ക് തോന്നുന്നു അവിടെ നിന്നാണ് എനിക്ക് എൻ്റെ വൊക്കേഷൻ തുടങ്ങുന്നതെന്ന് തോന്നുന്നു. സിസ്റ്റർ ഈ വൊക്കേഷൻ സ്വീകരിക്കുമ്പോഴേ സിസ്റ്റർ എല്ലാവരോടും പറയേണ്ട, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. സിസ്റ്റർ അങ്ങനെ വലിയ കഴിവുകളൊന്നും ഇല്ലാതെയും അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ആയിട്ട് ഓക്കെ എന്നാൽ പിന്നെ മടുത്ത് വിട്ടേക്കാമെന്ന് കരുതി പോയ ഒരാളല്ല. സിസ്റ്ററിനൊരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സിസ്റ്ററിൻ്റെ സ്കൂൾ ജീവിതത്തിലോ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ളതോ അതും കൂടെ ഒന്ന് പങ്കുവയ്ക്കാമോ? എക്സ്ട്രാ കരിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതം ഫോക്കസ് ചെയ്തിരുന്നത് ഈ ഒരു സന്യാസിനി സമൂഹത്തിൽ ജോയിൻ ചെയ്യുക എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും അത് തന്നെയാണ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഓക്കെ, അതായത് ആ 3 വയസ്സിൽ എനിക്ക് ഒരു പക്ഷേ തമ്പുരാൻ തന്ന വിളിയായിരിക്കാം. ഞാനതിൽ വളരെ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് ഞാനതിൽ വിശ്വസിക്കുന്നു. എനിക്കതിൽ യാതൊരു സംശയവുമില്ല, ഒരു മനഃശാഞ്ചല്യം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനുവേണ്ടി ഞാൻ എല്ലാം ചെയ്തു. പക്ഷേ തമ്പുരാൻ തന്ന കുറച്ച് കഴിവുകൾ നമ്മൾ സ്കൂൾ ജീവിതത്തിലൊക്കെ ഉണ്ടാവുമല്ലോ. എസ്പെഷ്യലി ഞാൻ കൊച്ചുനാൾ മുതൽ സ്പോർട്സിൽ കൂടുതലായിട്ടും കെയർ കൊടുത്തുകൊണ്ടിരുന്ന 800 മീറ്റേഴ്സിലും റണ്ണിങ് റേസിനും അതുപോലെ തന്നെ ഹൈ ജമ്പിലുമായിരുന്നു. ഓൾമോസ്റ്റ് എൻ്റെ ഹൈസ്കൂൾ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഒരു സ്റ്റേറ്റ് ലെവലിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യതകൾ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ കൃത്യമായിട്ട് ഓർക്കുന്നു. ഞങ്ങളുടെ പിറ്റിൽ 1-2 ചാട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്ഥാനം ഉറപ്പിച്ച സമയത്ത് ഞാൻ കണ്ടു ഞങ്ങളുടെ കോൺവെൻറ്റിലെ 2 സിസ്റ്റേഴ്സ് ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. അത് പിന്നെ എനിക്ക് 3ാമത് വന്നൊന്ന് ചാടാൻ ദൈവനെ അനുവദിച്ചില്ല. ഓൺ ദ സ്പോട്ട് ഇറ്റ് വാസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. അല്ല, നീ ഇങ്ങനെ ചാടി അങ്ങ് പോയാൽ മതിയോ അത് എൻ്റെ പുറകെ വരുന്നു. അതൊരു വളരെ വ്യക്തമായ ചോദ്യമായിരുന്നു. അന്ന് ഞാൻ എല്ലാം അയച്ചു വെച്ചു. ഞാൻ അതിനുവേണ്ടി കുറച്ച് സഹിക്കേണ്ടി വന്നു. അതായത് പെട്ടെന്ന് ഇങ്ങനെ സ്കൂളിൽ അവർക്കൊരു പ്രതീക്ഷയുള്ള ഒരു അത്ലറ്റിലേക്ക് വരേണ്ട ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ എനിക്ക് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒത്തിരി വിമർശനങ്ങൾ അതവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. പക്ഷെ ഒരിക്കലും ഞാൻ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ലെന്ന് എനിക്ക് തോന്നി. ആ ഒരു കോള് ഇങ്ങനെ ഇത് കറക്റ്റായി എനിക്ക് ചാടി അങ്ങ് പോയാൽ മതി, എൻ്റെ പുറകെ വരുന്നതെന്നല്ല. അത് എനിക്ക് തോന്നുന്നു കർത്താവ് അവരെ വളരെ കൃത്യമായിട്ട് ആ 2 സിസ്റ്റേഴ്സിന് അതുവഴി അയച്ചതാണെന്ന് തോന്നുന്നു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല. പക്ഷേ എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഈവൻ ദാറ്റ് വൺ ഐ കുഡ് ഗിവ് അപ്പ്. അങ്ങനെ ഒരു സാധ്യത അതേ ഉള്ളൂ ഇപ്പം. സാധ്യതകളിലേക്ക് കറക്റ്റ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇത് വളരെ കറക്റ്റ് ആയിരിക്കാം. അങ്ങനെ സിസ്റ്റർ അനുഭവിക്കുന്ന സന്തോഷം സിസ്റ്ററിന്റെ മുഖത്തുണ്ട്, വാക്കുകളിലുണ്ട്. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് അറിവ് ശരീരത്തിൽ 10 വർഷത്തിലൊരിക്കൽ മാത്രമേ വീട്ടിൽ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വളരെ എന്നാൽ നിങ്ങൾ ഏകദേശം എത്രത്തോളം പേരുണ്ട് സിസ്റ്റർ ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ? മൊത്തത്തിൽ 4500 സിസ്റ്റേഴ്സ്. അത് ഏകദേശം 5-6 ഭൂഖണ്ഡങ്ങൾ, എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉണ്ട്. അന്റാർട്ടിക്കയിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ഉണ്ട്. അവിടെയും പോകാൻ ഞങ്ങളുടെ മദർ പറഞ്ഞ് ചന്ദ്രനിൽ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ അവിടെയും പോയനെന്നാണ്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇതൊരു വലിയ, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, എനിക്കിതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഇന്ന് വരെയും തോന്നിയിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഇത് നിങ്ങളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമാണല്ലോ എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ എനിക്ക് അവരോടൊരു ദയയാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ ഇത് അതിന് മാത്രം ബുദ്ധിമുട്ടല്ല. വിളിയുള്ളവനെ സംബന്ധിച്ച് വളരെ സന്തോഷത്തോടെ ബുദ്ധിമുട്ടില്ലാതെ തമ്പുരാനോട് കൂടെ ആയിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണിത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാണ്, അതിനുള്ള വിളിയുണ്ടെങ്കിൽ. വിളിയില്ലാത്തവരെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇത് ബുദ്ധിമുട്ടായിരിക്കാം. എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ തമ്പുരാന് എന്നെ ഇവിടെ തന്നെ വേണം. അതിനുള്ള എല്ലാം തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കതിൽ ഒരു വിഷമവും ഇല്ല. ഇനിയും എനിക്കൊരു 100 ആയുസ്സും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ മാത്രം വന്നാൽ മതി. ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ സിസ്റ്റർ സന്തോഷത്തിലായിരിക്കുകയാണ്. നമ്മളെ കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് സിസ്റ്ററെ, സാധാരണ കോൺഗ്രേഷനുകളിലൊക്കെ ഉള്ള ഒരു ഫോർമേഷനുണ്ട്. നിങ്ങളുടെ ഒരു ഫോർമേഷൻ എങ്ങനെയാണ്? അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ ഒരു ഫോർമേഷൻ കാലത്തെ പറ്റി പറഞ്ഞാലും മതി. നമ്മളൊരു ഹൈസ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് മഠത്തിലേക്ക് വരുന്നു. ഞാൻ +2 കഴിഞ്ഞാണ് വന്നത്.
+2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണെങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്നവരെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. കൂടുതലായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യും +2 കഴിഞ്ഞ് വരാനായിട്ട്, കുറച്ചും കൂടി ഒന്ന് മച്യൂർ ആവാൻ. ഞാനും 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നതാണ്. എൻ്റെ സിസ്റ്റേഴ്സ് എന്നെ തിരിച്ചു വിട്ടു. ഇവിടെ ഈ ഹൗസിൽ തന്നെയാണ് വന്നത്. അവരെന്നോട് പറഞ്ഞു ഇപ്പം മച്യൂർ ആയിട്ടില്ല, പോയി +2 ഒക്കെ കഴിഞ്ഞ് ഒന്നുകൂടെ നന്നായിട്ട് തീരുമാനിച്ചൊന്ന് ഉറപ്പിച്ചിട്ട് വന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ പോയി തിരിച്ചുറപ്പിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ട് അതും വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസം നമ്മൾ ഏത് സ്ഥലത്താണ് ജോയിൻ ചെയ്യുന്നത് അവിടെ ഒരു പ്രീ ആസ്പാരൻസി എന്ന് പറഞ്ഞൊരു ഫോർമേഷൻ പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ആസ്പിറൻസി 1 ഇയർ, പോസ്റ്റ്ലൻസി 1 ഇയർ, 2 വർഷം നോവിഷ്യേറ്റ്, അങ്ങനെ മൊത്തം 4 വർഷം. അത് കൽക്കട്ടയിലായിരിക്കും. നോവിഷ്യേറ്റ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും മദർ ഹൗസിൽ തന്നെ ആയിരിക്കും. നമ്മളെല്ലാവരും ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നുള്ളവരെല്ലാവരും തന്നെ മദർ ഹൗസിലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ 6 വർഷം ഫസ്റ്റ് വൗസ്, പിന്നെ 6 വർഷത്തെ ജൂനിയറേറ്റ്, പിന്നെ ഫൈനൽ പ്രൊഫഷൻ. അതാണ് നമ്മുടെ ഒരു പാറ്റേൺ. അതായത് ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന ഒരു ഫോർമേഷനിലൂടെയാണ്, അല്ലെങ്കിൽ അത്രയും ആഗ്രഹവും പ്രാർത്ഥനയാണ് ഈ നീലക്കരയുള്ള സാരി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പാവങ്ങളിൽ പാവപ്പെട്ടവർക്കായി, തെരുവിലലയുന്ന മക്കൾക്കായി, ആരോരുമില്ലാത്ത രോഗികൾക്കായി, ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്കായി, അതെ, അവരിലെല്ലാം യേശുവിനെ ദർശിച്ചുകൊണ്ട് അവർക്കായി ജീവിതം മാറ്റിവെക്കുന്ന മദർ തെരേസയുടെ സന്യാസിനി സമൂഹം, തിരുസഭയുടെ പ്രേക്ഷിത മുഖം. വെള്ളയിൽ നീലക്കരയുള്ള ഈ സാരി ചുറ്റിയ സന്യാസിനികൾ ലോകമെങ്ങും അനേകം രാജ്യങ്ങളിൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ കാരുണ്യവാഹകരാകുന്നു. മദർ തെരേസ പകർന്നു നൽകിയ വിശുദ്ധ ചൈതന്യം ഇവർ ഇന്നും പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അഗതികൾക്കായി നൽകുന്നു. ഞാൻ ഈ വസ്ത്രത്തെ പറ്റിയും ചോദിക്കുകയാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ, വായിച്ചു കേട്ടിട്ടുണ്ട്. അമ്മ, അതായത് മദർ തെരേസ അമ്മ, അന്നത്തെ കൽക്കട്ടയിലെ ശുചീകരണ തൊഴിലാളികളുടെ വസ്ത്രമാണ് സ്വന്തം സഭയ്ക്ക് വേണ്ടിയിട്ട് സ്വീകരിച്ചത്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? വിശുദ്ധ മദർ തെരേസ ലൊറേറ്റോ കോൺഗ്രിഗേഷൻ വിട്ട് ഒരു പുതിയ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി സിസ്റ്റർ അത് പറഞ്ഞത് കൊണ്ടെന്നാ പിന്നെ അതിൻ്റെ അകത്തേക്ക് ആ ഒരു ഇൻസിഡന്റ്, ഒരു ട്രെയിൻ ഇൻസിഡന്റ് ഉണ്ട് അമ്മയുടെ ജീവിതത്തിൽ, അതും കൂടെ ചേർത്തെന്ന് പറയാമോ? വിശുദ്ധ മദർ തെരേസ താനായിരിക്കുന്ന കോൺഗ്രിഗേഷനിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പായിട്ട് തന്നെ തൻ്റെ ആനുവൽ റിട്രീറ്റിന് വേണ്ടി ഡാർജിലിംഗിലേക്ക് പോയി. ആ സമയം ഉള്ളിൽ ഒരു തമ്പുരാൻ്റെ വിളി, ഓരോ ദിവസവും കാതോർക്കുന്ന ആ വിളി അത് ശക്തമായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതിനെ ഒന്ന് ഉറപ്പിക്കുവാനായിട്ട്, എന്താണ് എന്ന് ഒന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു മദറിൻ്റെ ഈ യാത്ര. തൻ്റെ ഈ 8 ദിവസത്തെ ആനുവൽ റിട്രീറ്റിന് വേണ്ടി പോയി. ഈ സമയം ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു കോൺഗ്രിഗേഷനിലായിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഒരു മിനിമം. അതേസമയം ചില വലിയ ആത്മാക്കളുണ്ട്, അവരൊരിക്കലും മിനിമത്തിൽ സാറ്റിസ്ഫൈഡ് ആവത്തില്ല, അവർക്ക് എപ്പോഴും മാക്സിമം കൊടുക്കണം. അപ്പോൾ മദർ തൻ്റെ കോൺഗ്രിഗേഷൻ്റെ തന്നെ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ കോൺഗ്രിഗേഷന് തന്നെ, ലൊറേറ്റോ കോൺഗ്രിഗേഷൻ്റെ ഒരു ഇന്ത്യൻ വേർഷൻ സെൻറ്റ് ആൻസ് കോൺഗ്രിഗേഷനെ നോക്കുകയും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരേ സമയം. എങ്കിൽ പോലും മദറിൻ്റെ ചില ടൈം, അതായത് ലേഷർ ടൈമിൽ കുറച്ച് സമയമൊക്കെ മദറിന് അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ തൻ്റെ റൂമിന് പുറത്തേക്ക്, ആ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന തെരുവോരങ്ങളിൽ അവരുടെ ആ പാവപ്പെട്ടവരുടെ ആ ഒരു വിഷമം, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായിട്ടുള്ളൊരു ആഗ്രഹം, ഇതൊക്കെ മദർ എന്നും ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു. അത് കുറച്ചുകൂടെ കൂടുതലായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ആത്മാവിൻ്റെ, ഒരു സോളിൻ്റെ ഒരു ആഗ്രഹം തമ്പുരാൻ അത് സഫലീകരിക്കുകയാണ്. അപ്പോൾ ആ ഇൻസിഡൻറ്റും അതോടൊപ്പം തന്നെ മദറിൻ്റെ ഈ ഉൾവിളിയും ഒപ്പം 1942 മദർ ഈശോയോട് ഇനി എന്ത് ഈശോ ചോദിച്ചാലും ഈശോയോട് ഒന്നും നിരസിക്കില്ല എന്ന് ഒരു പ്രൈവറ്റ് വൗസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെ, മദർ തെരേസ. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് വൗ എടുത്തതിൻ്റെ പേരിൽ ഈശോയ്ക്ക് അതോടുകൂടി മദറിനെ വളർത്താൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഈ ചിന്തകളെല്ലാം, ഇതൊക്കെയാണ് മദറിൻ്റെ പോകുമ്പോഴത്തെ ബാക്ക്ഗ്രൗണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് മദർ ആ ട്രെയിനിൽ കയറി കൽക്കട്ടയിൽ നിന്ന് ഡാർജിലിംഗിലേക്ക് പോകുമ്പോൾ
ഞങ്ങൾ ഇൻസ്പിറേഷൻ ഡേ എന്ന് വിളിക്കുന്ന സെപ്റ്റംബർ 10th 1946 സെപ്റ്റംബർ മാസം 10-ാം തീയതി മദറിന് ട്രെയിനിലിരുന്ന് ഒരു ഉൾവിളി ലഭിക്കുകയാണ്. അതിനെ ഞങ്ങൾ വിളിക്കുള്ളിലെ വിളി എന്നാണ് പറയുന്നത്. അതായത് ലൊറേറ്റോ കോൺഗ്രിഗേഷനിൽ നിന്നും ഇറങ്ങി മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പുതിയ കോൺഗ്രിഗേഷൻ, അത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി മാത്രം ഉള്ള ഈ കോൺഗ്രിഗേഷൻ തുടങ്ങുന്നതിന് വേണ്ടി മദറിനൊരു വിളി ലഭിച്ചു. അതാണ് 1946. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുമ്പം എനിക്ക് ധനവാന്റെ വസ്ത്രം ധരിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും അവരോട് അനുരൂപപ്പെടില്ല. ഓക്കെ, ഞാൻ ആരെ ശുശ്രൂഷിക്കുന്നോ അവന് എൻ്റെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും അവനുമായിട്ടൊരു സിമിലാരിറ്റി വേണം, അവന് ഏറ്റവും അടുത്ത് വരാനായിട്ട്. അപ്പോൾ മദർ നോക്കിയപ്പോൾ ഏറ്റവും നല്ല മാർഗം അതിലെ അന്ന് കൽക്കട്ടയിലെ ഏറ്റവും പാവപ്പെട്ടവർ അവർ ധരിക്കുന്ന വളരെ കൃത്യമായിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടിപ്പണി ചെയ്യുന്ന സ്ത്രീകളുടെ ആ സാരി, കോട്ടൺ സാരി തന്നെ. അന്ന് ഈ സാരി വളരെ പാവപ്പെട്ടവരുടെ ഒരു അടയാളമായിരുന്നു. അതുകൊണ്ട് തന്നെ മദർ ഇത് സ്വീകരിച്ചു. ഇത് സ്വീകരിച്ചത് കൊണ്ട് തന്നെ അനേകം പേരെ പാവപ്പെട്ടവർക്ക് ഒരു മാതൃകയായിട്ട്, അവർക്കൊരു മുഖമുദ്രയായിട്ട് ലോകത്തിന് മുന്നിൽ ഇന്ന് നിൽക്കാൻ മദറിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ചോയ്സൊക്കെ ആയിരിക്കണം. നമ്മൾ ഈ ബൈബിളിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സഭയിലെ പല പഠനങ്ങളൊക്കെ പറയും കുരിശുമായി ബന്ധപ്പെട്ട് വരുന്നത്. കുരിശ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും നിന്ദ്യമായ, ഏറ്റവും അപമാനകരമായ ഒന്നായിരുന്നു. അതിനെയാണ് തമ്പുരാൻ തിരഞ്ഞെടുത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ അമ്മ ആ പാവപ്പെട്ടവനോടുള്ള സാമ്യത നിലനിർത്താൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് അതിലെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ വസ്ത്രം. ഞാൻ ഓർക്കുന്നത് 70 വർഷങ്ങൾ ഏകദേശം കഴിഞ്ഞു. 70 വർഷം കഴിഞ്ഞിട്ടും ഈ വസ്ത്രം തന്നെയായി തുടരുകയാണ്. അമ്മ പഠിപ്പിച്ച കാര്യങ്ങൾ കണ്ണുമിട വ്യത്യാസമില്ലാതെ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റർ വീണ്ടും നമ്മൾ സിസ്റ്ററിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും വളരെ ആഗ്രഹിച്ച് ഈ ഒരു സഭയിലെ സന്യാസിനിയായി. സന്യാസ വസ്ത്രം സ്വീകരിച്ച ശേഷമുള്ള സിസ്റ്ററിൻ്റെ ശുശ്രൂഷ മേഖലകളൊക്കെ ഏതായിരുന്നു ഇവിടെ വരുന്നത് വരെ? എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സഭയിൽ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു മിഷണറിയായി വളരെ ദൂരദേശങ്ങളിൽ. എൻ്റെ ആഗ്രഹം ആഫ്രിക്കയിൽ പോകണമെന്നായിരുന്നു. ആഫ്രിക്കയിൽ പോയില്ലെങ്കിലും എൻ്റെ പ്രചോദനമായ ബീഹാറിലെങ്കിലും പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ എൻ്റെ സിസ്റ്റേഴ്സ് അവരെന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചുവിട്ടു. ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ആദ്യത്തെ 4 വർഷം എറണാകുളത്തായിരുന്നു. അത് കഴിഞ്ഞ് ഒരു വർഷത്തേക്ക് കൊല്ലത്തേക്ക് പോയി. തിരിച്ച് ഫൈൻ്റെ പ്രൊഫഷൻ എടുക്കുന്നതിന് വേണ്ടി കൽക്കട്ടയ്ക്ക് പോയി. പിന്നെയും തിരിച്ച് ഞാൻ ഈ ശിശു പോലെ തന്നെ തിരിച്ചു വന്നു. പിന്നെ പൂക്കാട്ടുപടിയിൽ പോയി. പിന്നെ ഒരു പ്രാവശ്യം കൂടെ കൊല്ലത്തേക്ക് പോയി. തിരിച്ചിവിടെ വന്നു. വളരെ ചുരുങ്ങിയ അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഇങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങൾ ദൂരെ പോയി ചെയ്ത് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. എങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നു എൻ്റെ തമ്പുരാൻ എന്നെ ഇവിടെ ആയിരിക്കുമ്പോൾ പോലും ഒരുപക്ഷെ എൻ്റെ തമ്പുരാൻ എന്നെ ആവശ്യം ഇവിടെയാണ്. അതുകൊണ്ട് തമ്പുരാനെ ഒത്തിരി എടുത്തുപയോഗിക്കുന്നുണ്ട്. അതാണ് ഇത്. ഞാനിപ്പം ദൂരെ ആയിക്കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ എനിക്കൊരു സംതൃപ്തി തരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റേഴ്സ്, എനിക്ക് അവരുമായിട്ട് യാതൊരു വ്യത്യാസമില്ല. എൻ്റെ സിസ്റ്റേഴ്സ് അവർ ഈശോയുടെ നാമം ആഫ്രിക്കയിലും ബാക്കി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവർ തമ്പുരാനെ പ്രഘോഷിക്കുമ്പോൾ അവരുടെ വർക്ക് വെച്ച്, അവരുടെ കൈകൊണ്ടുള്ള സേവനം മുഖേന അവർ തമ്പുരാനെ പ്രഘോഷിക്കുമ്പോൾ ഞങ്ങൾ ആരും തന്നെ ഉള്ളത് പറഞ്ഞ് ഞങ്ങൾ ആരും തന്നെ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നവരല്ല. ഞങ്ങൾ ചെയ്യുന്ന കാര്യം ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ എക്സാമ്പിൾ ആണ്. നമ്മൾ ജീവിതം കൊണ്ടുള്ള ഒരു മാതൃകയാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പ്രസംഗിച്ച് അത് പ്രാവർത്തികമാക്കുക അല്ല. പക്ഷെ എങ്കിൽ തന്നെയും അവർക്കൊക്കെ വേണ്ടിയും എനിക്ക് അവരുടെ ഒരു സ്വരമാകാനെന്ന് സാധിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ തമ്പുരാനെ എടുത്തുപയോഗിക്കുന്നു എന്ന് ഞാൻ പറയുന്നതിൻ്റെ പ്രത്യേക കാരണം അതാണ്. എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ തന്നെ അറിയാം, ആഫ്രിക്കയിലും അമേരിക്കയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി സ്വന്തം മാതൃഭാഷ പോലും മറന്ന് 30-40 വർഷങ്ങൾ അവിടെ പോയിട്ട് മിക്കവാറും ചില സിസ്റ്റേഴ്സൊക്കെ തിരിച്ചു വന്നിട്ട് അവർക്ക് മലയാളം നന്നായിട്ട് പറയാൻ പോലും അറിയില്ല. അവർ തമ്പുരാന് വേണ്ടി അവർക്ക് തമ്പുരാൻ അയച്ച സ്ഥലങ്ങളിൽ
ആർക്കൊക്കെ വേണ്ടി ശുശ്രൂഷ ചെയ്തോ അവരൊക്കെയായി അവരോട് ചോദിച്ചാൽ ഇവരായിരുന്ന നാട്ടിലെ ഭാഷ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് പറയും. പക്ഷെ സ്വന്തം മാതൃഭാഷ മറന്നുപോയ എൻ്റെ സിസ്റ്റേഴ്സ് അവർ വളരെ അവർക്കൊക്കെ വേണ്ടി ഒരു സ്വരമാകുവാനായിട്ട് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ ഇത് ലോകത്തോട് പറയുവാനായിട്ട് തമ്പുരാൻ എന്നെ എടുത്തുപയോഗിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഞങ്ങളുടെയും വലിയ സന്തോഷമാണ് സിസ്റ്റർ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. സിസ്റ്റർ പറഞ്ഞപ്പോൾ ഓർക്കുമായിരുന്നേ, അതായത് മാതൃഭാഷ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയോട് സമാനമായിട്ടാണ് നമ്മുടെ ഒരു കൾച്ചറിലൊക്കെ പറയുന്നത്. അതുപോലും മറന്നു പോകാന്ന് പറയുമ്പോൾ അത്രയും തമ്പുരാന് വേണ്ടിയിട്ട് അങ്ങ് ജീവിതം മുഴുവൻ സമർപ്പിച്ചു. സ്ത്രീ പറഞ്ഞതിൻ്റെ കുറേ കാര്യങ്ങൾ ചോദിക്കേണ്ട. ആദ്യത്തെ ചോദ്യം, ബീഹാർ പ്രചോദനമായിരുന്നു പറഞ്ഞു, അത് മനസ്സിലായില്ല. ബീഹാർ പ്രചോദനമായിരുന്നു എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ ആൻറ്റി ബീഹാറിലായിരുന്നു. അവിടെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുകയായിരുന്നു ആൻറ്റിയുടെ ഒരു പ്രത്യേക ദൗത്യമായിരുന്നു. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് പഠിച്ച് അവരോടൊപ്പം മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വൊക്കേഷൻ സ്വീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് വളരുന്ന സമയത്ത് എൻ്റെ പ്രചോദനം മുഴുവൻ എനിക്കും ആൻറ്റിയെ പോലെ പോയി കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കണം. കാരണം എൻ്റെ ആൻറ്റി എന്ന് വെച്ചാൽ എല്ലാ മാസവും ഞങ്ങൾക്ക് ഒരു ലെറ്റർ എഴുതാം വീട്ടിലേക്ക്. ആ ലെറ്റർ അമ്മച്ചിക്ക്, അതായത് പപ്പയുടെ അമ്മയ്ക്ക് ആൻറ്റി എഴുതുക. ഞങ്ങളെല്ലാവരും മാറി മാറി അത് വായിക്കും. ഞങ്ങൾ അത്ര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എഴുതാം. ഞങ്ങൾക്ക് എത്ര എഴുത്ത് വേണമെങ്കിലും എഴുതാം, പക്ഷേ ആൻറ്റിക്ക് ഒരേ എഴുത്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ആ ഒരു മാസം ചെയ്ത് എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും അതിനകത്ത് എഴുതിയിരിക്കും. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ആൻറ്റി വിചാരിച്ചിട്ടുണ്ടാവില്ല എനിക്കൊരു വൊക്കേഷൻ കിട്ടുമെന്ന്. അതായത് ഏറ്റവും അടുത്ത ദിവസം ഏറ്റവും വൃത്തിഹീനമായ അവസ്ഥയിൽ നിന്ന് ഒരു പേഷ്യൻറ്റിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വളരെ കൃത്യമായിട്ട് എടുക്കുന്നു, അമ്മച്ചിക്ക് എഴുതിയേക്കുന്നു 3 പാത്രം നിറയെ 3 ബൗൾ നിറയെ മാഗറ്റ്സിനെ, പുഴുക്കളെ പെറുക്കിയെടുത്തു വന്നു ഒരു പേഷ്യൻറ്റിനെ. അപ്പോൾ സത്യത്തിൽ സാധാരണ എല്ലാവർക്കും വരുന്നത് ഒരു അറപ്പാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ പോയാൽ ഞാനും അത് തന്നെ ചെയ്യും, അങ്ങനെ ഒരു ആഗ്രഹം. അതുപോലെ അപ്പോൾ തമ്പുരാൻ എനിക്ക് ഇട്ട് തന്ന വേറൊരു പ്രചോദനം എൻ്റെ ഉള്ളിലേക്ക് വന്നതെന്ന് വെച്ചാൽ, ഈ കയ്യും കാലും ഇല്ലാത്തവർക്ക് അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് തമ്പുരാൻ എനിക്ക് കയ്യും കാലം തന്നേക്കുന്നത്. ദൈവം എനിക്ക് തന്ന കഴിവുകളും എനിക്കെന്തെങ്കിലും ഒരു അംഗവൈകല്യം ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കത് പോയി ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തമ്പുരാൻ എന്നെ ഇത്രയും പെർഫെക്റ്റായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയല്ല, മറിച്ച് മറ്റുള്ളവർക്ക്, ഇതില്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുവാനായിട്ടാണ്. ആ ഒരു പ്രചോദനം ഞാൻ അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അവിടെ പോയി ആ കുഷ്ഠരോഗികൾക്ക് വേണ്ടി മാത്രം. പക്ഷേ നമ്മൾ സഭയിലെത്തിക്കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കല്ല മുൻതൂക്കം. നമ്മൾ എത്തിച്ചേരുന്ന കുടുംബത്തിൽ അവർ നമുക്ക് തരുന്ന എന്തും സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ള. അപ്പം എങ്ങനെയാണെങ്കിലും നമ്മുടെ അധികാരികളിൽ നിന്ന് നമുക്ക് വരുന്ന തമ്പുരാൻ്റെ നമുക്ക് വേണ്ടിയുള്ള ചോയ്സാണ്, എൻ്റെ ചോയ്സല്ല. അപ്പോൾ എന്നെ അവരിങ്ങോട്ട് വിട്ടു, അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല. ഇവിടെയും തമ്പുരാന് വേണ്ടി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യും. സിസ്റ്റർ വലിയ സന്തോഷത്തോടെ മേലധികാരികളെ ഏൽപ്പിച്ച ഈ സ്ഥലത്തായിരിക്കുകയാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു ശിശുഭവനിലായിരിക്കുകയാണ്. എറണാകുളം നഗരമധ്യത്തിൽ ഈ ഒരു ഹോമിലായിരിക്കുമ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു ശുശ്രൂഷ? ഇത് നിങ്ങളുടെ ഈ ഒരു ഹോമിനെ പറ്റിയും ഇവിടുത്തെ അന്തേവാസികളെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? ഈ ഹൗസ് എറണാകുളം നഗരമധ്യത്തിൽ എന്ന് പറയുമ്പോൾ ലെസ്സി ജംഗ്ഷനിൽ SRM റോഡിൽ ആണ് നമ്മുടെ നിർമ്മല ശിശുഭവൻ. 1974 തുടങ്ങിയ ഈ നിർമ്മല ശിശുഭവനിൽ ഇത്രയും കാലങ്ങളായിട്ട് നമ്മൾ പരിപാലിച്ചു പോരുന്നത് ജനിക്കുന്ന സമയം മുതൽ 5 വയസ്സ് വരെ ഉള്ള കുട്ടികളെയാണ്. അത് ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട്. പ്രത്യേകിച്ചും 2015 വരെയും നമ്മൾ അഡോപ്ഷന് കൊടുക്കുന്നുണ്ടായിരുന്ന കുട്ടികളെ. ഇപ്പോൾ 2015 ശേഷം നമ്മളിപ്പം കുട്ടികളെ അഡോപ്ഷന് കൊടുക്കുന്നില്ല. പക്ഷേ ഇവിടെ വരുന്ന കുട്ടികളെ നമ്മൾ വേറെ സ്ഥാപനങ്ങളിലേക്ക് അഡോപ്ഷനായിട്ട് മാറ്റുന്നുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന അപ്പോസ്റ്റലേറ്റ് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുട്ടികൾ ഏത് വിധേനയാണെങ്കിൽ ഇവിടെ വരുന്നവർ CWCയുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഓർഡർ പ്രകാരം നമ്മൾ അവരെ പരിപാലിക്കുന്നു. കൂടുതലായിട്ടും ഇത്രയും നാൾ ഇവിടെ വന്നുകൊണ്ടിരുന്നത് അപ്പനാലും അമ്മയാലും ഉപേക്ഷിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും മരിച്ചു പോയവർ, കുട്ടികൾക്ക് അവിടെ വീടുകളിൽ നിൽക്കാൻ സാഹചര്യമില്ലാത്തവർ, അങ്ങനെയുള്ളവർ, പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഓർഫണായിട്ടുള്ളവർ. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു സേവനമെന്ന് പറയുന്നത് അൺവെഡ് മദേഴ്സിനെ നമ്മളിവിടെ സ്വീകരിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അവർ
അവരുടെ കുഞ്ഞുങ്ങളെ അവർക്കിപ്പം ചില പ്രത്യേക സാഹചര്യങ്ങളാൽ ഞങ്ങൾ ഒരു കാരണവശാലും അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ അവർക്ക് ഈ അമ്മമാർ ഒരിക്കലും അവർക്ക് അവരുടെ മക്കളെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ താല്പര്യമില്ല. പക്ഷേ അവരായിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ അവരെ സഹായിക്കുന്നു. അതുകൊണ്ട് അവർ തിരിച്ചു വരില്ല എങ്കിൽ തന്നെ ഈ മക്കളെ നമ്മൾ അവരെ പരിപാലിക്കുന്നു. പിന്നെ ഒത്തിരി പേരുണ്ട് തിരിച്ചു വന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ തിരിച്ചു വന്നിട്ട് ഈ മക്കളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധ്യതയുള്ളവർ, ആ സാധ്യതയില്ലാത്തവരെ നമ്മൾ അഡോപ്ഷന് വേണ്ടി പ്ലേസ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ 2015 ശേഷം നമ്മൾ ഇവിടുന്ന് അഡോപ്ഷന് കൊടുക്കുന്നില്ല, എങ്കിൽ തന്നെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ നമ്മൾ മാറ്റി അത് ചെയ്യുന്നു. പിന്നെ ബാക്കിയുള്ള കുട്ടികളെ നമ്മളിവിടെ പരിപാലിക്കുന്നു. 5 വയസ്സ് വരെയും അവർക്ക് വേണ്ട അത്യാവശ്യം പഠനങ്ങളുടെ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ നടത്തുന്നു. അതിനുശേഷം എവിടെയെങ്കിലും മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ഹോസ്റ്റൽ സൗകര്യവും അതോടൊപ്പം കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള സാഹചര്യമുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ അവരെ മാറ്റും. ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അമ്മ വീടാകുന്ന ഒരു സ്നേഹഭവനം. എറണാകുളം നഗരമധ്യത്തിൽ നോർത്ത് SRM റോഡിൽ മദർ തെരേസ നേരിട്ട് ഇവിടം സന്ദർശിച്ച് സ്ഥാപിച്ച നിർമ്മല ശിശുഭവൻ. ഇതിനോടകം അനേകം കുഞ്ഞുങ്ങൾക്ക് അഭയമേകിയ പുണ്യഭവനം. അമ്മയായും സഹോദരികളായും ഈ സന്യാസിനികൾ ഇവിടെ എത്തിയ ഈ മക്കൾക്ക് ദൈവസ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്ന മാതൃസ്നേഹമാകുന്നു. സിസ്റ്റർ, ഇങ്ങനെ കുട്ടികളുടെ ഒരു മിഷൻ, അല്ലെങ്കിൽ കുട്ടികളെ അമ്മ തന്നെയും പഠിപ്പിച്ചതായിരിക്കാം, പാവപ്പെട്ട അനാഥരായ കുട്ടികളെ തന്നെ. അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ മിഷണറീസ് ഓഫ് ചാരിറ്റി ചെയ്യുന്ന ശുശ്രൂഷകൾ, അതായത് കുട്ടികളെ മാത്രമല്ല, നമ്മൾ സിസ്റ്ററിൻ്റെ ആൻറ്റിയെ പറ്റി പറഞ്ഞു, കുഷ്ഠരോഗികൾ, അങ്ങനെ പ്രധാനപ്പെട്ട ഏതൊക്കെ ശുശ്രൂഷാ മേഖലയാണ് നമ്മൾ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഈ പാവപ്പെട്ടവരെവിടെയുണ്ടോ അവിടെയെല്ലാം, അതെല്ലാ മേഖലകളിലേക്കും മദർ ആ ആവശ്യത്തിന്, ആ കാലത്തിൻ്റെ ആവശ്യത്തിനൊത്ത് മദർ കൈവയ്ക്കാൻ ഞങ്ങളെ അനുവദിച്ചിട്ടുണ്ട്. നമ്മൾക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വൃദ്ധസദനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ 11 ഹൗസസ് ഉണ്ട്. കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ 11 ഹൗസസ് ഉണ്ട്. അത് 2 ശിശുഭവൻ ഒഴികെ, എറണാകുളത്തും തിരുവനന്തപുരത്തും ഒഴികെ ബാക്കിയുള്ള എല്ലാം ഓൾഡ് ഏജ് ഹോംസ് ആണ്. അതിൽ തന്നെ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അതായത് മാനസിക അസ്വാസ്ഥ്യമുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളും കൂടി നമുക്കിപ്പോൾ ഉണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള അവസ്ഥകളൊക്കെ കുറച്ച് മെച്ചപ്പെട്ടതായതിനാൽ നമുക്കിവിടെ ക്ഷയരോഗികളില്ല, കുഷ്ഠരോഗികളില്ല, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കില്ല. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ക്ഷയരോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സെൻറ്റേഴ്സ് ഉണ്ട്, മൽന്യൂട്രീഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, ഒപ്പം കുഷ്ഠരോഗികളെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ അവരുടെ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പാവപ്പെട്ടവരെന്ന് നമ്മൾ പറയുന്ന ഇന്ത്യയിലെ പാവപ്പെട്ടവരല്ലല്ലോ പുറത്തുള്ള പാവപ്പെട്ടവർ, അവർ ഷട്ടിൻസ്, അതുപോലെ തന്നെ പിന്നെ നമുക്കുള്ള മറ്റൊരു സൂപ്പ് കിച്ചൻസ്, അതായത് പുറത്തു നിന്നുള്ളവർ അവർക്ക് വന്ന് രാവിലത്തെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഒരു ഹോട്ട് മീൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അവരെ നമ്മൾക്ക് എല്ലാവരെയും കൂടെ അകത്ത് സ്വീകരിക്കാനല്ല സംരക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ എന്നും കൊടുക്കുന്ന ആ ഒരു രീതിയുമുണ്ട്. അത് പുറത്ത് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ അധികമില്ല, അത് കൂടുതലും മറ്റ് രാജ്യങ്ങളിലാണുള്ളത്. പിന്നെയുള്ളത് കൂടുതലായിട്ട് നമ്മൾക്ക് ഇപ്പോൾ ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഫാമിലി വിസിറ്റിങ്ങിലാണ്. ഈ കൊറോണയുടെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് വിസിറ്റിങ് നമുക്കും പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർക്കും വരാൻ പറ്റത്തില്ല. അതർവൈസ് നമ്മൾ കുടുംബങ്ങളിൽ പോയി അവരോടൊപ്പം ആയിരുന്നു കൊണ്ട് അവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ അവരെ സഹായിക്കും, സംരക്ഷിക്കും. അത് ഒരു നമ്മുടെ ഒരു, അതായത് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നിങ്ങൾ ദുർബലരാണോ, ഞങ്ങൾ അവിടെയുണ്ട്. ലോകം മുഴുവൻ അങ്ങനെ പാവപ്പെട്ടവന്, ലിറ്ററലി ശാരീരികമായി മാത്രമല്ല മാനസികമായിട്ടും ഒക്കെ പാവപ്പെട്ടവന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഒരുപാട് സന്തോഷമാണ് സിസ്റ്ററിനോടൊപ്പം ആയ സമയം. ഇനിയും നിങ്ങളുടെ കോൺഗ്രിഗേഷനെ പറ്റിയും മദർ തെരേസയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ, അമ്മയുടെ ദർശനങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ തുടരും. പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്നതിന്
അധികമൊന്നും മാധ്യമ ലോകത്തേക്ക് ക്യാമറയുടെ മുൻപിലേക്ക് കടന്നു വരാത്തവരാണ് മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സന്യാസ സഹോദരങ്ങൾ. അവർ പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു, ദൈവനിയോഗം എന്താണോ അത് അനുവർത്തിക്കുന്നു. പക്ഷേ ശാലോം ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ജനറലേറ്റിൽ നിന്നും മദർ മേരി പ്രേമ അടക്കം നമ്മളോട് സഹകരിക്കുന്നത് നമ്മുടെ ഒരു മാധ്യമ സുശേഷവൽക്കരണത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടും അല്ലേ സിസ്റ്റർ? ഓക്കെ, ഒത്തിരി സന്തോഷം സിസ്റ്ററിനോടൊപ്പമായിരുന്ന സമയം. വീണ്ടും നമ്മൾ അടുത്ത എപ്പിസോഡ് തുടരും. സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ, വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും. കവചങ്ങളെല്ലാം വലിച്ചെറിയണം, നിമിഷ സുഖമല്ലിതു സത്യം. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ.